ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന പോലെയല്ല, ഇത് സിമ്പിളുമാണ്, ഹെൽത്തിയുമാണ്. ആദ്യം തന്നെ ചിക്കനിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുക. അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ തൈരും ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം വെക്കുക. നമ്മൾ നെയ്യിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്, വേറെ ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യണില്ല. അപ്പോൾ നെയ്യിൽ സവോള വഴറ്റുക. സവോള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിൽ തക്കാളി, കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലിട്ട് കൊടുക്കുക. പിന്നെ അതിൽ പാകത്തിൽ ഉപ്പിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ആദ്യം ഒന്ന് തിളക്കുന്ന വരെ വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തീ കുറച്ച് വെച്ച് ചെറിയൊരു ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കുക. അങ്ങനെ പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ അരിക്കനുസരിച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അത് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിൽ അത്യാവശ്യം നമ്മൾ ഈ ചിക്കൻ വേവിക്കണതിൽ അത്യാവശ്യം വെള്ളം വരും. അങ്ങനെ വെള്ളം നന്നായിട്ടുണ്ടെങ്കിൽ ആ മറ്റേ വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുക്കുക. അങ്ങനെ തിളപ്പിച്ച വെള്ളം ഇതിലൊഴിച്ചിട്ട് ഇതൊന്നും കൂടെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ആദ്യം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ആ അരി എടുത്തിട്ട് ഇതിലിടുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ലെമണിൻ്റെ നീര് പിഴിഞ്ഞിട്ട് ഇതിലൊഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിലെ വെള്ളം വറ്റി നമുക്ക് ഇങ്ങനെ ഒരു 1/4 ഭാഗം ചോറ് ഇങ്ങനെ വെള്ളം വറ്റി ചോറ് കണ്ടു വരുമ്പോൾ നമുക്ക് ഇത് അടച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫോയിലിട്ടിട്ട് കവർ ചെയ്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ബിരിയാണി റെഡി. നല്ല ടേസ്റ്റിയുമാണ്, അത്യാവശ്യം ഹെൽത്തിയുമാണ്. പിന്നെ ഈ ബിരിയാണിക്ക് ഏറ്റവും നല്ലത് കൈമ റൈസാണ്. ജീരകശാല എന്നൊക്കെ പറയുന്ന കൈമ റൈസാണ്. അത് എന്തായാലും റോസ്റ്റ് ചെയ്യാൻ വേണം. ആദ്യം നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുക വേണം. അടി പിടിക്കാൻ ചാൻസ് ഉള്ള പാത്രമാണെങ്കിൽ അടിയിൽ എന്തെങ്കിലും പത്തിരിയുടെ തവയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ ബിരിയാണി പോട്ട് വെച്ചിട്ട് 20 മിനിറ്റ് ഫുള്ള് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയുള്ളത്. ഇനിയിപ്പോൾ ഗാർണിഷ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ റോസ്റ്റ് ചെയ്തിട്ടിടാം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.